രുചി വൈവിധ്യങ്ങളാൽ നിങ്ങളുടെ മനസ്സിനെ കീഴടക്കാൻ സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ചേലക്കര. അഖില കേരള എഴുത്തച്ഛൻ സമാജം ഒറ്റപ്പാലം താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരവ് 2K26 സംഘടിപ്പിച്ചു. കൂനത്തറ സൗഹൃദ ഓഡിറ്റോറിയത്തിൽ നടന്ന ആദരവ് പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി KA തുളസി ഉദ്ഘാടനം ചെയ്തു. അതോടൊപ്പം വ്യത്യസ്ത മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച ആളുകൾക്ക് ആദരവ് കൊടുക്കുന്നതുമായിട്ടുള്ള വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പരിപാടിയാണ്. ആദ്യമായിട്ട് ഈ വെബ്സൈറ്റിൻ്റെ ഉദ്ഘാടന കർമ്മം നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി നിർവഹിച്ചതായിട്ട് എല്ലാവരെയും അറിയിക്കുകയാണ്. പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഇപ്പം നമുക്കറിയാം, ഒരു PSC പരീക്ഷ എഴുതാൻ പോകുമ്പോൾ ഏറ്റവും ലാസ്റ്റ് ഗ്രേഡിലുള്ള ജോലിക്കാണെങ്കിൽ പോലും ഏറ്റവും ചുരുങ്ങിയത് ഒരു 6 മാസമെങ്കിലും പരിശീലന പരിപാടികളും മറ്റ് ക്ലാസ്സുകളും ഒക്കെ നിരന്തരമായിട്ട് കുട്ടികളായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ തേടാറുണ്ട്, കോഴ്സിന് ചേരാറുണ്ട്. ഓൺലൈനായും ഓഫ്ലൈനായിട്ടും ഒക്കെ ആ ക്ലാസ്സുകളിലൊക്കെ പങ്കെടുക്കാറുണ്ട്. ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ഞാൻ സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗമായിട്ട് പ്രവർത്തിച്ചിരുന്നു. അപ്പം അന്ന് 2012-17 കാലഘട്ടത്തിൽ ഞങ്ങളത് വിവാഹം കഴിക്കാൻ പോകുന്ന കുട്ടികൾക്ക് വേണ്ടി, അത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അതോടൊപ്പം തന്നെ ഇരു കൂട്ടരുടെയും മാതാപിതാക്കൾക്കുമായി ഒരു വിവാഹപൂർവ്വ കൗൺസിലിംഗ് സംസ്ഥാനത്തുടനീളം സംഘടിപ്പിച്ചിരുന്നു. അതായത് ഒരു പരീക്ഷ എഴുതാൻ പോകുമ്പോൾ വിശദമായിട്ട് ക്ലാസ്സുകളും മറ്റു കാര്യങ്ങളും ഒക്കെ നടത്തി നല്ല രീതിയിൽ അതിനൊക്കെ മുന്നോട്ട് പോകുന്ന ആളുകളൊക്കെ തന്നെ ഒരു വിവാഹം കുടുംബത്തിൽ നടക്കുമ്പോൾ ഏത് കടയിൽ നിന്ന് സ്വർണം എടുക്കണം, ഏത് കടയിൽ നിന്ന് ഡ്രസ്സ് എടുക്കണം, ഏത് കടയിൽ നിന്നാണ് അല്ലെങ്കിൽ ഏത് കാറ്ററിംഗുകാരെയാണ് ഫുഡ് മറ്റു കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടേണ്ടത് എന്നൊക്കെ മാസങ്ങൾക്ക് മുൻപേ ആലോചന നടത്തും. പക്ഷെ ഒരു വൈവാഹിക ജീവിതത്തിൽ ഭാര്യയും ഭർത്താവും അവരുടെ റോൾ എന്താണ്, അവരെന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അവനവന്റെ വരുമാനത്തിനനുസരിച്ച് എങ്ങനെയാണ് കുടുംബത്തിലെ ചെലവുകളും ആ വരവും ജീവിതത്തിലെ രണ്ടറ്റവും എങ്ങനെ സന്തോഷകരമായി സമാധാനപരമായിട്ട് കൂട്ടിമുട്ടിക്കുക എന്നുള്ള കാര്യത്തെക്കുറിച്ച് പലപ്പോഴും ഈ വിവാഹം കഴിച്ചയക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കളോ അല്ലെങ്കിൽ മുതിർന്ന വ്യക്തികളോ മറ്റു സുഹൃത്തുക്കളോ ആരും തന്നെ കാര്യമായിട്ട് പറയുന്നത് എവിടെയും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. വൈവാഹിക വെബ്സൈറ്റിന്റെ ഉദ്ഘാടനവും മന്ത്രി KA തുളസി നിർവഹിച്ചു. താലൂക്ക് വൈസ് പ്രസിഡന്റ് പ്രേമലത ടീച്ചറുടെ പ്രാർത്ഥനയോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത്. താലൂക്ക് പ്രസിഡന്റ് സോമസുന്ദരൻ അധ്യക്ഷത വഹിച്ചു. വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ശ്രീജ മുഖ്യാതിഥിയായിരുന്നു. സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് PR സുരേഷ് മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന ജനറൽ സെക്രട്ടറി VA രവീന്ദ്രൻ പ്രതിഭകളെ ആദരിച്ചു. മികച്ച സമുദായ പ്രവർത്തകൻ ചിന്നനെഴുത്തച്ഛൻ, ആത്മീയ പ്രഭാഷകൻ രവീന്ദ്രൻ മാന്നനൂർ, മദ്രാസ് എഴുത്തച്ഛൻ വെൽഫെയർ പ്രസിഡന്റ് രാമദാസ് വേങ്ങശ്ശേരി, മെന്റർ ട്രെയിനർ അശോക് K ദാസ് ഒറ്റപ്പാലം, മികച്ച കർഷകൻ മോഹൻദാസ് മുക്കിലാവിൽ, വ്യവസായി C ഉണ്ണികൃഷ്ണൻ ചെറുകര, ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ K സന്തോഷ്, ശ്രുതി മോഹൻ, K സിദ്ധാർത്ഥ്, ഷോർട്ട് ഫിലിം ഡയറക്ടർ P പ്രീജിത്ത് എന്നിവർക്ക് ചടങ്ങിൽ ആദരവ് നൽകി. AKES യുവജന വിഭാഗം സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് TS ഉല്ലാസ് ബാബു അനുമോദന പ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി ശശീന്ദ്രൻ ഏറാട്ട്, ജില്ലാ ട്രഷറർ MC ഗോപാലകൃഷ്ണൻ, മലപ്പുറം ജില്ലാ സെക്രട്ടറി രാമചന്ദ്രൻ പാണ്ടിക്കാട്, താലൂക്ക് ഓർഗനൈസിംഗ് സെക്രട്ടറി നാരായണൻകുട്ടി, PG ഗോകുൽ, PK സുരേഷ്, രമേശ് കോളേരി എന്നിവർ സംസാരിച്ചു. റൈറ്റ് വിഷൻ ന്യൂസ്, ഷൊർണൂർ. പുത്തൻ രുചിയുടെ മാസ്മരിക ലോകവുമായി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ചേലക്കര. ഇന്ത്യൻ, അറബിക്, ചൈനീസ് വിഭവങ്ങളും ജ്യൂസ്, ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും. ഇഷ്ടമുള്ളത് മനസ്സ് നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും. കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു. കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ്. സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് MSN ഓഡിറ്റോറിയത്തിന് എതിർവശം തോന്നൂർക്കര. ഫോൺ 9447 062266.